കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായ രാജസ്ഥാനിൽ വീണ്ടും കല്ലേറും സംഘർഷവും ഉണ്ടായിരിക്കുന്നു. ഇന്റർനെറ്റ് വീണ്ടും വിച്ഛേദിച്ചിരിക്കുന്നു. 110ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പലരെയും വീടുകളിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇതിൽ പലരും സ്ഥിരം ക്രിമിനലുകളാണ് എന്നാണ് പറയുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിലെ ചോമു പട്ടണത്തിന് സമീപമുള്ള ഒരു പള്ളിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറെ നാളായി തർക്കം നിൽക്കുന്നത്. ഈ മസ്ജിദിന് സമീപത്ത് അനവധി പേർ സ്ഥലം കയ്യേറി വീടുകളും കടകളും മറ്റും നിർമ്മിച്ചിരുന്നു. ഇത് പൊളിക്കുന്നത് ചൊല്ലിയുള്ള സംഘർഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ മസ്ജിദ് പൊളിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പോലീസിൽ നേർക്ക് വലിയ രീതിയിലുള്ള കല്ലേറ് ഉണ്ടായതായിട്ട് പോലീസ് DCP ഹനുമാൻ പ്രസാദ് മീണ അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടികളും 110 പേരെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് റെയ്ഡുകൾ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കലന്താരി പള്ളിക്ക് സമീപമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അത് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഘർഷമുണ്ടായത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ കടകൾ പുറത്ത് കയ്യേറി വെച്ചിരിക്കുന്ന കടകളും മറ്റും ഒഴിപ്പിക്കാൻ എത്തിയപ്പോൾ അവരെ തടഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസം സംഘർഷമെങ്കിൽ ഇന്നലെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് മസ്ജിദ് പൊളിക്കാൻ ആൾ വരുന്നു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പോലീസിന് നേരെ ആക്രമണം നടന്നത്. അനവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നും വ്യാജ ആരോപണങ്ങളും സോഷ്യൽ മീഡിയ പ്രചരണവുമായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത്. ഏതായാലും വീണ്ടും അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് ബന്ധങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് വീണ്ടും രാജസ്ഥാനെ ഒരു സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ശ്രമം പല കോണിൽ നടക്കുന്നതായി പോലീസ് കരുതുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.